എപ്പിസോഡ് 6 തുടങ്ങുന്നത് 2006 ദക്ഷിണ കൊറിയയിലെ ജേജു ദ്വീപിലെ ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മകളെ ഒരാഴ്ചത്തേക്ക് സംരക്ഷിക്കാനുള്ള ദൗത്യം മിസ്റ്റർ കിമ്മിന് ലഭിക്കുന്നു. അങ്ങനെ മിസ്റ്റർ കിം അവിടുത്തെ ഹോട്ടലിലെത്തുന്നു. പ്രസിഡന്റിൻ്റെ മകൾ താമസിക്കുന്ന റൂമിന് ലോവർ പോർഷനും അപ്പർ പോർഷനും ചോദിച്ചിട്ട് പോലും അവിടെ എല്ലാം ഓൾറെഡി ആൾക്കാരുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് പാർക്ക് ജിൻചോളാണ് ആ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മകൾ താമസിക്കുന്ന റൂമിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ ആദ്യമേ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ തായ്ക്കൊണ്ട അധ്യാപകനായ ഹാൻസു ആണ്. ഇവർ തമ്മിൽ ഐക്യമില്ലെങ്കിലും ഒരേ മിഷനിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ്. ഈ മിഷനിലൂടെയാണ് പിന്നീട് മിസ്റ്റർ കിം ഉപയോഗിക്കുന്ന രഹസ്യ ബങ്കർ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതും കാണിക്കുന്നത്. രാത്രിയിൽ 3 പേരും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ജിൻചോൾ ഹാൻസുവിനെ പുറത്തേക്ക് വിളിച്ച് അടിപിടിക്ക് വെല്ലുവിളിക്കുന്നു. എന്നാൽ മിസ്റ്റർ കിം ഇതിലൊന്നും പെടാതെ ശാന്തമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പ്രസൻറ്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മഴയിൽ നിന്ന് രക്ഷപ്പെട്ട മിൻജി അറിയാതെ തന്നെ മിസ്റ്റർ ജൂവിൻ്റെ കാറിൽ കയറുന്നു. അതേസമയം മോൾ ക്രിക്കറ്റും SMD ഏജൻറ്റുമാരും അവളെ കണ്ടെത്താനുള്ള തിരച്ചിൽ ശക്തമാക്കുന്നു. ആക്ച്വലി ഈ മോൾ ക്രിക്കറ്റ് സൗത്ത് കൊറിയയുടെ ഒരു ഏജൻറ്റ് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിത് തെറ്റായിട്ടാണ് പറഞ്ഞിരുന്നത്. SMDയിലെ ഒരു രഹസ്യ ഏജൻറ്റ് മിസ്റ്റർ കിമ്മിന് മിൻജി ഏത് കാറിലാണ് പോയതെന്നും അതിൻ്റെ കാർ നമ്പറും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കിമ്മും അവിടേക്ക് വന്ന ഹാൻസും മിൻജിയെ തിരക്കി പോവുകയാണ്. ഇനി കാണിക്കുന്നത് മിസ്റ്റർ ജൂവും അവൻ്റെ സെക്രട്ടറിയും മിൻജിയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ്. അവൾ കാറിലിരുന്ന് ആരും കാണാതെ അയാളുടെ ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സെക്രട്ടറി വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങുന്നു. പിന്നീട് മിസ്റ്റർ ജൂ മിൻജിയോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നതായിട്ടാണ്. അവൾ അയാളോട് പറയുന്നുണ്ട്, എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല എന്നല്ല, മാത്രവുമല്ല താങ്കളുടെ മകളോട് ഞാൻ മോശമായി പെരുമാറിയതിന് സോറി എന്നും പറയുന്നു. അപ്പോഴാണ് മിസ്റ്റർ ജൂ അവളോട് ഒരു കാര്യം പറയുന്നത്. നീ ഇന്നലെ ബോധമില്ലെന്ന് നടിച്ചല്ലേ കിടന്നത്, പക്ഷേ നിന്റെ കണ്ണുകൾ ചെറുതായി തുറന്നിരുന്നത് ഞാൻ കണ്ടിരുന്നു. നീ അഭിനയിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞ കഥകളെല്ലാം നീ കേട്ടെന്നും എനിക്കറിയാം. ഇത് കേട്ട മിൻജി ആകെ പേടിച്ചു പോകുന്നു. ഇനി അവളെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മിസ്റ്റർ ജൂ അതോടുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. മിസ്റ്റർ ജൂ ഇങ്ങനെ പറഞ്ഞതോടുകൂടി ആ റൂമിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. പക്ഷേ മിസ്റ്റർ ജൂവിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അവളെ പിടിച്ചു വയ്ക്കുന്നു. ഈ ടൈമിലാണ് SMD ഏജൻറ്റുമാർ മിസ്റ്റർ ജൂവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഗേറ്റ് ഓപ്പൺ ചെയ്യാത്തതിനെ തുടർന്ന് ഗേറ്റ് തകർത്തുകൊണ്ട് എല്ലാ വണ്ടികളും മിസ്റ്റർ ജൂവിൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി. മിസ്റ്റർ ജൂ മിൻജിയെ ബേസ്മെൻറ്റിൽ ഒളിപ്പിക്കാൻ പറയുന്നു. ആ ടൈമിൽ തന്നെ അദ്ദേഹം സൗത്ത് കൊറിയയിലെ തന്നെ ദേശീയ സുരക്ഷാ വൈസ് മന്ത്രിയെ വിളിച്ച് സഹായം തേടുകയും ചെയ്യുന്നു. അങ്ങനെ മോൾ ക്രിക്കറ്റ് തൻ്റെ സഹായികളോട് എല്ലാവരോടും ആ വീട് അരിച്ചു പെറുക്കാൻ പറയുന്നു. അങ്ങനെ ഓരോ മുറിയും കയറി ഇറങ്ങി എല്ലാവരും പരിശോധിക്കുന്നു. അങ്ങനെ മോൾ ക്രിക്കറ്റ് വന്നതാകട്ടെ ജൂവിൻ്റെ റൂമിലേക്ക് വരുന്നു. അവിടെ വന്ന് മിസ്റ്റർ ജൂവിനോട് കാര്യങ്ങൾ തിരക്കുകയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ്റ്റർ ജൂവിൻ്റെ സഹായി പുറത്തുള്ള SMD ഏജൻറ്റുമാരെ ഓരോരുത്തരായി ആക്രമിക്കുന്നു. SMD ഏജൻറ്റുമാരെ എല്ലാവരെയും മിസ്റ്റർ ജൂവിൻ്റെ സഹായി നിലംപരിശാക്കുന്നു. അതേസമയം മിസ്റ്റർ കിമ്മും ഹാൻസും ആ വീടിൻ്റെ പരിസരത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിരീക്ഷിക്കുന്നതിനിടെ ആ ഡ്രൈ ക്ലീനിങ് ഉടമയും ആ വനിതാ ഏജൻറ്റും ആ വീടിൻ്റെ മറ്റൊരു വശത്തേക്ക് പോകുന്നത് കാണുന്നു. അങ്ങനെ മിസ്റ്റർ കിമ്മും ഹാൻസും അവരെ പിന്തുടരാൻ ശ്രമിക്കുന്നു. ഈ ടൈമിൽ മോൾ ക്രിക്കറ്റിന് വൈസ് മന്ത്രിയുടെ ഫോൺ വരികയും അവൻ ആ സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. ആ ഡ്രൈ ക്ലീനിങ് ഉടമയായ SMD ഏജൻറ്റും വനിതാ ഏജൻറ്റും അവിടെ മിൻജിയെ കണ്ടെത്തുന്നു. അങ്ങനെ ജൂവിൻ്റെ ആളുകളുമായി അവർ ഫൈറ്റ് ചെയ്തു മിൻജിയെ രക്ഷപ്പെടുത്തുന്നു. മിൻജിയെ രക്ഷപ്പെടുത്തി അവർ മോൾ ക്രിക്കറ്റിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. മോൾ ക്രിക്കറ്റ് ആകട്ടെ മിൻജിയെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം മിൻജി തൻ്റെ അച്ഛനെക്കുറിച്ച് അവരോടെല്ലാം ചോദിക്കുന്നു. പക്ഷേ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അവളെ ബോധരഹിതയാക്കുകയാണ് അവർ ചെയ്യുന്നത്. അതേസമയം മിസ്റ്റർ കിം ആ വീടിന് കാവൽ നിൽക്കുന്ന SMD ഏജൻറ്റുമാരെ ആക്രമിച്ചു മിൻജിയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നു. മിൻജിയെ അവർ SMD ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. മിസ്റ്റർ കിം അവിടെ ഫൈറ്റ് ചെയ്ത ആ SMD ഏജൻറ്റിൻ്റെ ആ റേഡിയോ വഴി മകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കിമ്മിന് മറുപടി നൽകുന്നതാകട്ടെ മോൾ ക്രിക്കറ്റാണ്. അവൻ മിസ്റ്റർ കിമ്മിനെ വെല്ലുവിളിക്കുന്നു. ഇതിനിടെ അതേസമയം പാർക്ക് ജിൻചോൾ തൻ്റെ മൊബൈൽ ഹോമിലേക്ക് എത്തുന്നതാണ്. അവിടെ എത്തുമ്പോൾ അയാൾ കാണുന്നതാകട്ടെ തൻ്റെ ഭാര്യയെ. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. നടന്ന സംഭവങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. എല്ലാം കേട്ട ശേഷം അവൾ, എനിക്ക് നിന്നെക്കുറിച്ചല്ല നിന്നെ നേരിടാൻ പോകുന്നവരെ കുറിച്ചാണ് പേടിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പാർക്ക് ജിൻചോൾ ആ ട്രെയിലറിൽ ഒളിപ്പിച്ചിരുന്ന തൻ്റെ പഴയ ആയുധങ്ങൾ പുറത്തെടുത്ത് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഇവിടെ SMD ഹെഡ്ക്വാർട്ടേഴ്സിൽ മിൻജിയെ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് കൊണ്ടുപോകാൻ മോൾ ക്രിക്കറ്റ് ഉത്തരവിടുന്നു. അതോടൊപ്പം മുഴുവൻ ഹെഡ്ക്വാർട്ടേഴ്സിലും എമർജൻസി അലേർട്ട് പ്രഖ്യാപിക്കുന്നു. ഇതിനിടെ ഹാൻസു കാറിൻ്റെ അടിയിലൂടെ ഒളിച്ചുകയറി SMD ആസ്ഥാനത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. മുഴുവൻ കെട്ടിടവും മിസ്റ്റർ കിം വരുമെന്ന പ്രതീക്ഷയിൽ കനത്ത സുരക്ഷയിലാണ്. ഹാൻസു ആ കെട്ടിടത്തിനുള്ളിൽ കയറി ആ ബിൽഡിങ്ങിൻ്റെ മാപ്പെല്ലാം നോക്കുന്നുണ്ട്.
ഇതിനിടയിൽ ഹാൻസു ഒരു ക്ലീനിങ് സ്റ്റാഫിനെ പൂട്ടിയിട്ട് മെക്കാനിക്കൽ റൂമിൽ നിന്ന് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ഇതിനിടെ മോൾ ക്രിക്കറ്റ് മിൻജിയെ ചോദ്യം ചെയ്യുന്നു. ആ ടൈമിൽ മിസ്റ്റർ കിമ്മിൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് അവളോട് പറയുന്നു. അതേസമയം അവളോട് ആരാണ് തന്നെ തട്ടിക്കൊണ്ടു പോയതെന്നും അതിൻ്റെ യഥാർത്ഥ കഥ പറയാൻ ആവശ്യപ്പെടുന്നു. മിൻജി നടന്നതെല്ലാം സത്യസന്ധമായി പറഞ്ഞിട്ടും മോൾ ക്രിക്കറ്റ് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ടൈമിലാണ് അവിടെ ദേശീയ സുരക്ഷാ വൈസ് മന്ത്രി എത്തുന്നത്. മോൾ ക്രിക്കറ്റ് മിൻജിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. ഈ ടൈം ഹാൻസു രഹസ്യ വഴിയായ എയർ വെൻറ്റിലൂടെ എത്തി മിൻജിയെ കാണുന്നു. അതേസമയം മിൻജിയെ SMD ഏജന്റുമാർ ഒരു ഐസൊലേഷൻ റൂമിലേക്ക് എത്തിക്കുന്നു. അവിടെയാണ് ഹാൻസു മിൻജിയെ കാണുന്നത്. ഹാൻസു വന്ന വഴിയിലൂടെ മിൻജിയെ രക്ഷിക്കുന്നു. അവൻ മെക്കാനിക്കൽ റൂമിൽ തയ്യാറാക്കിയ സംവിധാനം പ്രവർത്തിപ്പിച്ചതോടെ മുഴുവൻ ഹെഡ്ക്വാർട്ടേഴ്സിലും വൈദ്യുതി മുടങ്ങുന്നു. ഇരുട്ട് പരന്നതോടെ SMD ഏജന്റുമാർ അലേർട്ടാകുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹാൻസുവും മിൻജിയും പിടിക്കപ്പെടുന്നു. ഹാൻസു മിൻജിയോട് എമർജൻസി എക്സിറ്റിലേക്ക് ഓടാൻ പറയുന്നു. ഈ ടൈമിലാണ് നമ്മുടെ പാർക്ക് ജിൻജോൾ ഒരു കാറുമായി അവിടേക്ക് വരുന്നത്. തോക്കുമായി അവിടെ എത്തിയ ആൾ എല്ലാവരെയും വെടിവെക്കുന്നു. പക്ഷേ യഥാർത്ഥ ബുള്ളറ്റുകളില്ലായിരുന്നു. ബ്ലാങ്ക് റൗണ്ടുകളായിരുന്നതിനാൽ വലിയ ശബ്ദമുണ്ടായെങ്കിലും ആരെയും പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ 3 പേരെയും SMD ഏജന്റുമാർ വളയുന്നു. ഒടുവിൽ ഹാൻസു കീഴടങ്ങാൻ തയ്യാറാകുന്നു. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നിയ ആ നിമിഷത്തിൽ മിസ്റ്റർ കിം അവിടേക്ക് എത്തുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന കിം ദേശീയ സുരക്ഷാ വൈസ് മന്ത്രിയെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നു. ആ ടൈമിലാണ് അദ്ദേഹം ജീവനോടെ നിൽക്കുന്ന തൻ്റെ മകൾ മിൻജിയെ നേരിൽ കാണുന്നത്. അച്ഛനും മകളും വീണ്ടും കണ്ടുമുട്ടുന്ന ആ വികാരനിർഭരമായ നിമിഷത്തോടെയാണ് എപ്പിസോഡ് 6 ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്കെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.